ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ RRB ജെയുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടില്ല, ഈ ജൂലൈയിൽ വന്നിട്ടില്ല എന്ന് കരുതി ഒട്ടും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നോട്ടിഫിക്കേഷൻ ജൂലൈയിൽ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് അത് പോസിറ്റീവായിട്ടാണ് നമ്മൾ കണ്ടത് അല്ലേ? പോസിറ്റീവായിട്ടാണ്. നമുക്ക് അവര് കറക്റ്റ് ഒരു മന്ത് പറഞ്ഞിട്ടില്ല, ജൂലൈ സെപ്റ്റംബർ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഓഗസ്റ്റിൽ എന്തായാലും പ്രതീക്ഷിക്കാം. ഒരു അബൌവ് 90% നമ്മൾ ഓഗസ്റ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു 30 days എക്സ്ട്രാ എക്സ്ട്രാ പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കുന്നു എന്നുള്ള ആ ഒരു പോസിറ്റീവ് സെൻസിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ഇത് എടുക്കേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും ഇനി എക്സാം ഇനി ഒരുപാട് ഡിലേ ആവുമോ എന്നുള്ളതൊന്നുമില്ല, വിളിക്കത്തില്ല, അങ്ങനത്തെ ചിന്തകളും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ പാടില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, കാരണം കോമ്പറ്റീഷൻ നല്ല ഹെവി ആയിട്ടുള്ള കോമ്പറ്റീഷൻ. എത്ര ഡിലേ ആവുന്നു അത്ര ആൾക്കാർ ഇങ്ങോട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻ അത്രത്തോളം നിങ്ങൾ സ്ട്രോങ് ആക്കി വെക്കുക. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ RRB ജെയുടെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 22 lakhs ആയിരുന്നു. അതൊന്ന് ടയർ 2ലേക്ക് വന്ന സമയത്ത് അത് 3 lakhsലേക്കാണ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് CBT 1 എവിടെ മാർക്ക് എടുക്കത്തില്ലെന്ന് പറയുകയാണെങ്കിലും നിങ്ങൾ ആ ഡിഫറൻസ് തന്നെ കാണുമ്പോൾ നമുക്കറിയാം കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതൽ CBT 1 തന്നെയാണ്. അപ്പൊ നല്ല കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെ വേണം. ജസ്റ്റ് ഒരു പെരിഫറൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ഒന്നും അല്ല. വേക്കൻസി ഒക്കെ നല്ല വേക്കൻസി വന്നിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ചെയ്യാൻ പാടില്ല, ഒരു തരത്തിലുള്ള ലാഗും വരാൻ പാടില്ല. നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ സാർ, ഈ എക്സാമിന് CBT 1 മെയിൻ ക്രൈറ്റീരിയ ടൈം തന്നെയല്ലേ? നമുക്ക് ആ ഒരു ടൈം, അപ്പം അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് എത്ര ടൈമിനുള്ളിൽ ടൈമർ സെറ്റ് ചെയ്ത് തന്നെ എഴുതുന്ന CBT 1 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് CBT 1 ക്വാളിഫൈ ചെയ്താൽ മാത്രമേ CBT 2ലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും നല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആണല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രിയുടെ വെബ് ആയിട്ടുള്ള ആപ്പ് ഉപയോഗിക്കാം. അതായത് എൻട്രി ഫോണിൽ ഉപയോഗിക്കാം, നിങ്ങൾക്കറിയാം. അതേപോലെ വെബായിട്ട് നിങ്ങൾക്ക് സിസ്റ്റത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ സിസ്റ്റത്തിൽ ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയൽ എക്സാം എഴുതുന്ന പോലെ തന്നെ അതേ രീതിയിലുള്ള അതേ ഇന്റർഫേസിലുള്ള എക്സാംസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നടത്തുന്നുണ്ടാവുക. സോ ടൈം ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അതെ, അപ്പോൾ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരായതുകൊണ്ട് നോൺ ടെക്നിക്കൽ എൻ്റയർലി ഒരു പുതിയ ഫീൽഡാണ് എന്ന് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് CBT 1 മാത്രം പഠിക്കുന്നത് എത്രത്തോളം ഫീസിബിൾ ആണ് സാർ? അതായത് അതിൽ തന്നെ ഒരുപാട് ചില സ്റ്റുഡൻസ് ഒക്കെ നമുക്ക് ചെയ്യാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, നമുക്ക് CBT 1 ടോപ്പിക്കുകൾ ചെയ്യാൻ പറ്റുന്നില്ല, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. കാരണം അത് ചെയ്താലൊരു വലിയ ബെനിഫിറ്റ് പറഞ്ഞുതരാം. ശരിക്കും ഇപ്പൊ നോൺ ടെക്നിക്കൽ അല്ലാണ്ട് ടെക്നിക്കൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ? പക്ഷെ ഇത് രണ്ടും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ എണ്ണം വളരെ കുറവാണ്. സോ വൺസ് നിങ്ങൾ CBT 1 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CBT 2 കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഇപ്പൊ ഇതിന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് SSC JEE ഒക്കെ എക്സാമിനും കുറെ കണ്ടന്റ് കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസും അതുപോലെ തന്നെ നമുക്ക് ONGC പോലുള്ള എക്സാംസിനും ഒക്കെ ജനറൽ കണ്ടന്റ് ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എപ്പോഴായാലും യൂസ്ഫുൾ ആയിട്ട് വരും. മോർ ഓവർ സാർ പറഞ്ഞ പോലെ CBT 2 അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ കണ്ടന്റ് സ്ട്രോങ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. CBT 1 ആണ് നമുക്ക് സ്ട്രോങ് ആക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, സിൻസിയർ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും CBT 1 ക്ലിയർ ചെയ്യണം. അതേപോലെ തന്നെ CBT 1 CBT 2 ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് ഒന്നും വരാറില്ല. ഒരു 2-2.5 മാസമൊക്കെയാണ് വരാറുള്ളത്. സോ അത് ഇത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതും ഒരിക്കലും ശരിയല്ല. കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം, ടെക്നിക്കൽ കണ്ടന്റ് 4 വർഷം കൊണ്ട് പഠിക്കുന്ന കണ്ടന്റ് 2 മാസം അല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുക, ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഒരു ദിവസം പഠിക്കുന്ന ടൈം ടെക്നിക്കലിനും നോൺ ടെക്നിക്കലിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ ടെക്നിക്കലിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി ആണെങ്കിൽ നോൺ ടെക്നിക്കൽ കണ്ടന്റ് കുറച്ചുകൂടെ ടൈം കൊടുത്ത് പ്രാക്ടീസും ചെയ്യുക. ഇനി അതെല്ലാം തിരിച്ച് രണ്ടും വീക്കായിട്ടുള്ളതിന് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ഓരോരുത്തരുടെയും ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് നോളജ് പോലെ ഇരിക്കും. അതെ, ആ രീതിയിലായിരിക്കും. ഓരോരുത്തർ ഡിഫറെന്റ് ആയിട്ട്. ഇപ്പൊ നോൺ ടെക്നിക്കൽ നന്നായിട്ട് അറിയുന്ന ആളാണെങ്കിൽ ടെക്നിക്കൽ ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ മിസ്സിന്റെ പ്രിപ്പറേഷനിൽ എങ്ങനെയായിരുന്നു ഈ ഒരു RRB ജെയിന്റെ ടൈമിലുള്ള 2018 ഒരു പ്രിപ്പറേഷൻ ടൈം എങ്ങനെയായിരുന്നു? ടെക്നിക്കൽ കണ്ടന്റ് അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഞാൻ നോൺ ടെക്നിക്കലായിരുന്നു കൂടുതൽ ടൈം ആദ്യം കൊടുത്തിരുന്നത്. പക്ഷെ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്നിക്കലും നോൺ ടെക്നിക്കലും തമ്മിൽ ഗ്യാപ്പ് കുറെ ഉണ്ടാവും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, ആരും പറഞ്ഞു തരാനില്ല. ഇപ്പം അങ്ങനെയല്ല, സോഴ്സസ് ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ CBT 1 CBT 2 തമ്മിൽ ഒരുപാട് ഗ്യാപ്പ്
ഗ്യാപ്പ് ഉണ്ടാവത്തില്ല. അപ്പം അത് കുറച്ച് ചിലപ്പോൾ ആ ഒരു ഗ്യാപ്പ് അറിയാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ പറ്റിയേനെ. അതെ, അതുകൊണ്ട് അപ്പോൾ നമ്മൾ CBT 1 തന്നെയാണ് ഞാൻ കൂടുതൽ ഡ്യൂറേഷൻ കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ പാരലലി CBT 2 നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത്ര സിൻസിയർ ആയിട്ട് നോക്കുന്നുണ്ടില്ല. നമ്മൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് വെച്ചു, അത് മാത്രമാണ് ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, നമ്മൾ CBT 1 CBT 2 ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഇപ്പൊ നമ്മൾ RRB ജെയിന്റെ ഇലക്ട്രിക്കലിന്റെ ഒരു കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു PSCയുടെ എക്സാമിന്റെ ആ ഒരു ട്രെൻഡിലല്ല എന്ത് ചെയ്യാറുള്ളത്, നമ്മുടെ ടെക്നിക്കൽ സബ്ജക്റ്റ് വരാറുള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, RRB ജെയിൽ വരാറുണ്ട്. ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ഇപ്പോൾ PSCയുടെ ഒരു A ലെവൽ എക്സാംസിലൊന്നും ചോദിക്കുമ്പോഴുള്ള ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളൊന്നും എവിടെ വരാറില്ല, RRB ജെയിൽ വരാറില്ല. കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവലിലുള്ള ബേസിക് നോളജിനെ ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളാണ് കൂടുതലും വന്ന് കണ്ടിട്ടുള്ളത്. ഈവൻ SSC ജെയുടെ ഒരു ലെവൽ പോലും RRB ജെയ്ക്ക് വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഇനിയിപ്പം CBT 2 വെർച്വൽ കാൽക്കുലേറ്റേഴ്സ് പെർമിറ്റ് ചെയ്യുവാണെങ്കിലാണ് നമുക്കൊരു ചെറിയ ന്യൂമറിക്കൽസിന് വെയിറ്റ്, അതും ഒരുപാട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് വളരെ കുറവാണ്. അതെ 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 അതെ. സോ ആ രീതിയിൽ എക്സാമിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് CBT 1 റിസൾട്ട് വന്നിട്ട് പഠിച്ചാൽ മതിയോന്ന്. അപ്പൊ അതിൽ പറയുകയാണെങ്കിൽ കറക്റ്റ് 2 വീക്കിനുള്ളിൽ വരെ എക്സാം. കഴിഞ്ഞ വർഷം 2.5 ആഴ്ചയാണ് കറക്റ്റ് ഉണ്ടായിരുന്ന ഗ്യാപ്പ്. എനിക്ക് കിട്ടിയിട്ട് അത് കുറെ ആൾക്കാർ നമ്മുടെ യൂസേഴ്സും തന്നെ ചോദിച്ചു, ക്വാളിഫൈ ചെയ്തിട്ട് CBT 2 പഠിച്ചാൽ പോരെ. പക്ഷെ ആ 2.5 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ടെക്നിക്കലി പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് മാത്രമാണ് റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുന്ന മാർക്ക്. അതായത് ആ ഒരു CBT 2 മാർക്കാണ് റാങ്ക് ലിസ്റ്റിന് വേണ്ടി പരിഗണിക്കുന്നത്. പിന്നെ മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവാറുണ്ട്. ചെറിയ ചെറിയ സംശയങ്ങളാണ് അവർ ചോദിക്കാറുള്ളത്. ഇപ്പൊ ഞാൻ എൻ്റെ കൈക്ക് ഇങ്ങനെ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവർ പറയാറുള്ളത്. അപ്പം അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, RRB ജെയുടെ മെഡിക്കൽ എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു മെഡിക്കൽ അല്ല. അപ്പൊ ALP ആണെങ്കിലും സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിലും അതിലൊക്കെ എന്താണ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. അതെ, ഇത് അത്ര സ്ട്രിക്റ്റ് അല്ല. പിന്നെയും ഐസൈറ്റ് ആണ് ചില നമ്മൾ ട്രാക്ക് മെയിൻ്റെനൻസ് പോലെ അല്ല. പിന്നെ പെർമനന്റ് വേയിൽ ജോലിക്ക് മാത്രമാണ് നമുക്ക് ഐസൈറ്റ് കുറച്ചൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരുവിധം നമുക്ക് നോർമലി ഒരുപാട് വലിയ ഐസൈറ്റ് ആണ് മെയിൻ ആയിട്ടും ഒരു ക്രൈറ്റീരിയ ഉപയോഗിക്കുന്നവർക്കും പറ്റും, അതും പറ്റും. അതും +4 ഡയപ്റ്റർ ഒക്കെ വരെ പറ്റുന്നതുണ്ട്. ലെൻസിന്റെ പവറിനെ ബേസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ. അത് വിത്ത് ഗ്ലാസസ് ആണ് കേട്ടോ പറയാം, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറഞ്ഞു. അപ്പൊ വിത്ത് ഗ്ലാസസ് ഉള്ളവർക്കും പറ്റും. അപ്പൊ അങ്ങനെ കുറെ റിലാക്സേഷൻ ഉണ്ട്. പിന്നെ ബാക്കി ചെറിയ ചെറിയ ഇതുപോലെ ഫ്രാക്ചർ, അങ്ങനെ സർജറി, അങ്ങനെ ഒന്നും ഒരു വിഷയം വരുന്നില്ല. അതേപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, RRB JEE എക്സാം എന്ന് പറയുന്നത് ഈ വർഷം പാസ് ഔട്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റും. റിസൾട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി എക്സാമിന്റെ റിസൾട്ട് വന്നു, ഇനിയുള്ള സമയം എന്താണ്, ഫുൾ ടൈം തന്നെ വേറൊരു ജോലിക്കും പോകണ്ടല്ലേ. അതെ, ജസ്റ്റ് പാസ് ഔട്ട് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് പാസ് ഔട്ട് ആണ്, വെരി യങ് ഏജ് ആണ്. ആ ഏജിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. അപ്പൊ നിങ്ങൾ റിട്ടയർ ആവുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റ് വരെ പ്രൊമോഷൻ സാധ്യതകളും ഒക്കെ കുറെ മാക്സിമം സാധ്യതകൾ, ഇപ്പൊ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ, അസിസ്റ്റന്റ് ഡിവിഷണൽ മാനേജർ, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. മാത്രമല്ല എപ്പോഴും യങ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും കുറച്ചുകൂടി ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സ്കിൽ കൂടുതൽ ഉണ്ടാവുക നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. കാരണം ഗ്യാപ്പ് എടുത്ത് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ബേസ് നന്നായിട്ടുണ്ടാവും അല്ലേ. അതെ, ബേസ് ഉണ്ട്. അപ്പം നിങ്ങളും ഇപ്പം നിങ്ങൾക്ക് റിസൾട്ട് വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും എന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ സോ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക. നമ്മുടെ എൻട്രിയിലെ RRB JEE കോഴ്സസ് ആണെങ്കിൽ നമ്മൾ CBT 1 CBT 2 കവർ ചെയ്യുന്നുണ്ട്. CBT 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കോഴ്സസിന് കോച്ചിങ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഒരുവിധം നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം തന്നെ എന്താണ് ഏറ്റവും നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അതായത് SSCയുടെ CGL എക്സാം, CHSL എക്സാം, അതേപോലെ തന്നെ PSCയുടെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ എക്സാംസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയാണ് നോൺ ടെക്നിക്കൽ എടുക്കാനുള്ളത്. ടെക്നിക്കൽ സബ്ജക്റ്റും അതേപോലെ തന്നെ PSCയിലും SSCയിലും RRBയിലും ഒക്കെ എടുക്കുന്ന ഫാക്കൽറ്റീസ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും എൻട്രി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി നിങ്ങൾ ക്ലാസ് കണ്ട് മനസ്സിലാക്കുക. നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസിന്റെ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഡെമോ ആയിട്ട് ക്ലാസ്സസ് ഒക്കെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ആ ക്ലാസ്സസ് ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എൻട്രിയോടൊപ്പം എന്ത് ചെയ്യുക, പഠിച്ചെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. എന്താ ഒരു ഫൈനൽ മെസ്സേജ് കുട്ടികളടുത്ത് പറയാനുള്ളത്? ഫൈനൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഏകദേശം വരാനായിട്ടുണ്ട്. അപ്പം ഇനിയും ടൈം കളയാനില്ല. അത് ഫ്രഷേഴ്സ് ആയിക്കോട്ടെ, ഓൾറെഡി പാസ് ഔട്ട് ആയിട്ടുള്ളവരായിക്കോട്ടെ, ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാനില്ല. എത്രയും വേഗം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.